ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്കിന്നൊരു സ്പെഷ്യൽ മീൻ കറി ഉണ്ടാക്കി നോക്കിയാലോ? സ്പെഷ്യൽ മീൻ കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മീൻ തന്നെയാണ് സ്പെഷ്യൽ. ഇതിന്റെ പേരാണ് പ്രാഞ്ഞിലി എന്ന് പറയും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീനാണ് കേട്ടോ. ഒരുപാട് നെയ്യൊക്കെയുള്ള വളരെ വളരെ രുചികരമായിട്ടുള്ള ഒരു മീനാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നൊന്ന് നമുക്ക് നോക്കിക്കളഞ്ഞാലോ? അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം. അതിനുശേഷം കുറച്ച് കടുകും കൂടി ഇട്ട് അങ്ങോട്ട് പൊട്ടിക്കാം. പിന്നീട് വലുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചുവന്നുള്ളി ചതച്ചതും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി എണ്ണ തെളിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നീട് ഉപ്പും ചേർത്ത് കൊടുക്കാം. അവയെല്ലാം ആവശ്യത്തിന് അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാകും. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് ശരിക്കും ഒന്ന് വഴറ്റിയെടുക്കണം. ശരിക്കും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ വഴന്ന് വരണം കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളിയൊക്കെ ഉടഞ്ഞ് ആ ഒരു ഗ്രേവി പരുവമാവുന്ന രീതിയിലേക്ക് തന്നെ വരണം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കാം. കുടംപുളിയോ വാളംപുളിയോ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് വെച്ചാൽ അത് ചേർത്താൽ മതി. നമുക്ക് മീനിന് ആവശ്യമായിട്ടുള്ള പുളി മാത്രം ഉണ്ടായാൽ മതി. പിന്നീട് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും 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 ഇതേപോലെ അങ്ങോട്ട് ഇളക്കി ആ മുളക് പൊടിയുടെയും പുളിയുടെയും എല്ലാം ഒന്ന് റെഡി ആയിട്ടൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ആ പച്ച മണമൊക്കെ ഒന്ന് മാറി നല്ല സെറ്റായിട്ട് വരും. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ അങ്ങോട്ട് ഗ്രേവി ആക്കിയിട്ട് അങ്ങോട്ട് നല്ലതുപോലെ ഒരു ഒരു ചമ്മന്തി പരുവാക്കി എടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നല്ലതുപോലെ അങ്ങോട്ട് തിളപ്പിച്ചങ്ങോട്ട് എടുക്കാം. ഇപ്പം നല്ലതുപോലെ തിളച്ച് മറിഞ്ഞൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് മീൻ്റെ വാലിൽ പിടിച്ച് ഇതേപോലെ ഒരന്നിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. സമയം പോകുന്നതുകൊണ്ട് നമുക്ക് എല്ലാം കൂടി അങ്ങോട്ട് ഒരുമിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അല്ലേ? അങ്ങനെ എല്ലാ മീനും കൂടി ഒരുമിച്ച് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനെ ആ ചാറിലേക്ക് അങ്ങോട്ട് മുക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ മീനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ല നെയ്യുള്ള മീനാണ്, നല്ല മാംസമുള്ള മീനാണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മാംസമാണ്. കഴിക്കാനായിട്ടൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ മീൻ മുളകിട്ട് വെക്കാനാണെന്നുണ്ടെങ്കിൽ ഈ മീൻ ഏറ്റവും സൂപ്പറാണ്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണ് പറയണതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരാണ് പ്രാഞ്ഞിലി. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന ഒരു മീൻ കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും അവസാനം നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഒരല്പം വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ മേളിലേക്കൊന്ന് തൂവിയിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം മാത്രം ഇതേപോലെ അങ്ങോട്ട് കോരിയിട്ട് ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് വിളമ്പി അങ്ങോട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് ചോറിൻ്റെ ഒപ്പം അങ്ങോട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒന്നും പറയാനില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ചോറിനൊപ്പം കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ദോശയുടെ ഒപ്പവും അതേപോലെ തന്നെ ചപ്പാത്തിയുടെ ഒപ്പവും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഉപ്മാവിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാം കേട്ടോ. പിന്നെ എന്താ പറയുക, നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈ മീൻ കിട്ടിയില്ലെങ്കിലും അല്ലെങ്കിൽ ഇതേപോലത്തെ ഏത് മീനാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാലും ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വളരെ രുചികരമായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാരും മീൻ കറി ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സ്നേഹത്തോടെ അല്ലു.